ഹലോ ഗൈസ്, എക്സോഡി ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഇന്ന് രാവിലെ മൂലമറ്റത്ത് നിന്ന് യാത്ര തിരിച്ചിട്ട് ഞാൻ 2 സ്ഥലത്തേക്കാണ് പോയത്. ഒന്ന് തൊമ്മൻകുത്ത് വാട്ടർഫോൾ, പിന്നെ ഒന്ന് ആനയടിക്കുത്ത് വാട്ടർഫോൾസ്. അതിനുശേഷം ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മൂന്നാറിലേക്കുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി നേരെ മൂന്നാറിലേക്ക് പോകണം. അവിടെ നിന്ന് നേരെ ഇന്നത്തെ ദിവസം തന്നെ മറയൂർ വരെയാണ് ഇന്നത്തെ ദിവസം യാത്ര ചെയ്യാനുള്ളത്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നും അടിമാലിയിലേക്കുള്ള റൂട്ടിലാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ലൊരു മലമ്പ്രദേശമാണ്, നല്ല റോഡാണ്, റൈഡ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ റോഡിലൂടെ. ഗൈസ്, നമ്മളിപ്പോൾ അടിമാലി എത്തിയിട്ടുണ്ട്. ഇതാണ് അടിമാലി ടൗൺ കേട്ടോ. ഇനിയും കുറച്ചധികം ദൂരം യാത്ര ചെയ്യാനുണ്ട്. അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ റോഡിലൊക്കെ സൈഡിലൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. റോഡൊക്കെ മണ്ണിടിച്ചിട്ട് റോഡിൻ്റെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ത്രൂ ഔട്ട് ഒരുപാട് ദൂരം നമ്മളിങ്ങനെ ഈ ഒരു പണി നടക്കുന്ന കാഴ്ച കണ്ടു. പിന്നെ പണി നടക്കുന്നതുകൊണ്ടുള്ള ട്രാഫിക്ക് മാത്രമല്ല, അല്ലാതെ ഒരുപാട് വണ്ടികളുടെ ട്രാഫിക്കോ തിരക്കോ അങ്ങനെയില്ല കേട്ടോ മൂന്നാറിലേക്ക്. മൂന്നാറിലേക്ക് ഇനി ഒരു 18 കിലോമീറ്ററും കൂടെ പോകണം. ത്രൂ ഔട്ട് റോഡ് പണി നടക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട്, തണുപ്പൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ മൂന്നാർ ടൗൺ എത്തും. ഞാനെന്തായാലും ഇപ്പോൾ ടൗണിലൊന്നും ഇറങ്ങുന്നില്ല, തിരിച്ച് വരുന്ന വഴി ഇറങ്ങാം. നേരെ ഇനി മറയൂരിലേക്ക് പോകണം. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരമുണ്ട് മറയൂരിലേക്ക്. ഇതാണ് കേട്ടോ മൂന്നാർ ടൗൺ. ഇവിടെ നിന്ന് 1 മണിക്കൂറിന് മേലെ യാത്ര ചെയ്താലേ നമ്മൾ മറയൂരിലേക്ക് എത്തുള്ളൂ. പോകുന്ന വഴികളിലൊക്കെ നമുക്ക് നല്ല തണുപ്പുള്ള നല്ല ക്ലൈമറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മൂന്നാർ ടൗണിൽ ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊന്നുമില്ല, നോർമലി ഉള്ളൊരു ക്ലൈമറ്റിൻ്റെ ഒരു തണുപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 4:45 തണുപ്പൊന്നും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി പോകുന്ന മറയൂർ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും എന്നാണ് അറിഞ്ഞത്. ഗൈസ്, മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള വഴിയിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് നല്ല വ്യൂ ആണ്. ഇപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഗ്ലൗസും ജാക്കറ്റും ഒക്കെ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇതാണ് എരവികുളം നാഷണൽ പാർക്ക്. കറക്റ്റ് മൂന്നാർ റൂട്ടിൽ തന്നെ കേട്ടോ. കണ്ടില്ലേ, എരവികുളം നാഷണൽ പാർക്കിലേക്കുള്ള വഴിയാണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പം ഞാൻ എന്തായാലും നാഷണൽ പാർക്കിലേക്ക് കയറുന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് നമുക്ക് ഇതിലേ തന്നെ ഇറങ്ങി വരാനുള്ളതാണ്. ആ സമയത്ത് ഇവിടേക്ക് കയറാം. ഞാനൊന്ന് ഇവിടെ വണ്ടി നിർത്തി ഇറങ്ങി. കണ്ടില്ലേ, വ്യൂ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഇങ്ങോട്ട് നോക്കൂ. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് കോട ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് അപ്പുറത്തൊന്നും കാണാൻ വയ്യ. കണ്ടില്ലേ. ഇനി സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റിങ് കൂടെ പോകും. അതുകൊണ്ട് ഞാനെന്തായാലും മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് വിടാൻ പോകണം. ഇനിയും ഒരു 10-30 കിലോമീറ്റർ പോകാനുണ്ട്. ആ സമയം കൊണ്ട് എന്തായാലും നല്ലവരെ ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ 5:15 കണ്ടില്ലേ. അടിപൊളി കേട്ടോ. വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി പോലെ. കണ്ടില്ലേ, നോക്കത്താ ദൂരത്ത് നോക്കുമ്പോൾ മഞ്ഞാണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റും നല്ല മഞ്ഞിൻ്റെ ഒരു ഫീലും ഒക്കെ ബൈക്കിൽ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ കാറിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽ എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിലും റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടില്ല. കണ്ടില്ലേ, ഫുള്ള് മഞ്ഞ്, കോട മഞ്ഞ്. ബാക്ക് സൈഡിൽ ഫുള്ള് നല്ല വെളിച്ചമാണ്. ഫ്രണ്ടിൽ മൊത്തം ഇരുട്ടായി, ഒന്നും കാണാൻ വയ്യ. കാഴ്ച കണ്ടോ. നല്ല തണുപ്പും. നോക്ക് ഗൈസ്, നോക്കൂ, ഈ കാഴ്ചയൊക്കെ കണ്ടില്ലേ. പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊടു തണുപ്പായിരിക്കും. പിന്നെ നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല, അങ്ങനത്തെ തണുപ്പാണ്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മൂന്നാർ ടൗൺ ഈ പോലെയല്ല, മറയൂർ റൂട്ടിൽ കയറിയപ്പോൾ തൊട്ട് നല്ല തണുപ്പായി. നമ്മുടെ മുന്നിൽ കണ്ടോ, ഫുള്ള് കോട വന്ന് നിറഞ്ഞു. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് ഇപ്പോൾ കോടമഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇനി പോകാൻ പോണത്. കോട താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, റോഡിലെത്തിയിട്ടുണ്ട്. ഇപ്പം വെൽക്കം എന്നൊക്കെ എഴുതി കാണിച്ചു തരാം. വെയിറ്റ് ഇവിടെ നോക്കി, ഇവിടെ കണ്ടോ. അങ്ങോട്ടൊന്നും കാണാൻ വയ്യ, എനിക്കൊന്നും കാണാൻ വയ്യ. ഇതിൽ കാണണ്ടേ നോക്കി. കണ്ടില്ലേ, കോട ഇറങ്ങിയത് ഇപ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ മണി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 5:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടില്ലേ, 5:15. മറയൂർ റൂട്ടിലെ കോട മഞ്ഞാണ്. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് ടാസ്ക് ഉള്ള റോഡുകളാണ്, കാരണം മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യമുള്ള റോഡാണ്. കണ്ടില്ലേ, കോടമഞ്ഞിൻ്റെ ഉള്ളിലേക്ക് എത്തി. നല്ല ഐസിലിരിക്കുന്ന ഫീലാണ് കഴിച്ചത്. നല്ല തണുപ്പുണ്ട് കേട്ടോ.
ഈ കാഴ്ച കേട്ടോ, ഓ ആകാശത്തിലേക്ക് എത്തി നമ്മൾ. ഇപ്പോൾ മൂന്നാറിലെ മറയൂർ വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞ് കാണാൻ ബെസ്റ്റ് ക്ലൈമറ്റാണ് ഗൈസ്. ഹായ് കർണാടക, കർണാടക. ഓക്കെ 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 ഫൈൻ. ഇതാണ് ലക്കം വാട്ടർഫോൾസ്. നമ്മൾ മറയൂർ പോകുന്ന വഴിക്കാണ്ടില്ലേ. വാട്ടർഫോൾസ് കുറച്ച് മേളിലാണ്, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതല്ലേ. ഓക്കെ, നമുക്ക് നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു അരമണിക്കൂർ ഉള്ളിലെങ്കിലും എനിക്ക് ഇതാണ് മറയൂരിലെ കാട് കേട്ടോ. ഈ സൈഡ് മൊത്തം കാടുകളാണ്. എന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ കയറാതിരിക്കാണ്ട് ഇവിടെ ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഫുൾ കാടാണ്, മൃഗങ്ങളൊക്കെ ഉള്ളതാണ്, എല്ലാതരം മൃഗങ്ങളും ജീവികളും ഉള്ളതാണ്. പിന്നെ നമുക്കൊരാശ്വാസം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഫെൻസിങ് ഉള്ളതുകൊണ്ട് നമുക്ക് സേഫായിട്ട് പോകാം. പിന്നെ അപ്പുറത്ത് മൃഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആനകൾ കണ്ടോ, കണ്ടോ ഇതുപോലെ കണ്ടില്ലേ, ഫെൻസിങ് കെട്ടിയിട്ടുള്ളതുകൊണ്ട് അത് റോഡിലേക്ക് വരില്ല. കണ്ടോ, നമുക്ക് നല്ല കാഴ്ചകൾ മാനിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ കണ്ടോ, നമ്മൾ നോക്കുന്നുണ്ടോ, ഫെൻസിങ് ഉള്ളതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ റോഡിലാണ്. അതുകൊണ്ട് മാനായാലും മ്ലാവായാലും കണ്ടില്ല, ഇതൊക്കെ പുള്ളിമാനാണ്, ഒത്തിരി ഉണ്ട്. ഇത് പിന്നെയും മാൻ തൊട്ടടുത്ത് കണ്ടില്ലേ, വലിയൊരു കലമാൻ കൊമ്പൊക്കെ കാണിച്ചിട്ട് കണ്ടോ, കണ്ടോ വലിയൊരു കലമാൻ കണ്ടില്ലേ. ഇതെല്ലാം കാടിൻ്റെ അറ്റത്ത് ഇനി അറ്റം വരെ വന്ന് ഇവിടെ നിന്ന് മേയുന്നതാണ്. അടിപൊളി. ഇരുട്ടാണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല ക്യാമറയിൽ, ഞാൻ എന്തായാലും പാർത്തുകയാണ്. പൈസ അങ്ങനെ മറയൂരെത്തി കേട്ടോ. മറയൂർ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മറയൂരെത്തി, മറയൂർ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുള്ളിക്കാരനെ വിളിക്കാനായിട്ട് ഇപ്പോൾ ഫോണിൽ റേഞ്ചും ഇല്ല. അപ്പം ഞാൻ അറിയിച്ചിട്ടുണ്ട്, അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ റിപ്ലൈ വരട്ടെ. ഒരു കടം ഫുള്ള് വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ. പല വിലയ്ക്കുണ്ട്. 200, 700, 300, 350, 400 അങ്ങനെ കിലോയ്ക്ക് അത്രയും റേറ്റിലുള്ള പല ടൈപ്പിലുള്ള വെളുത്തുള്ളി മാത്രം വിൽക്കുന്നൊരു ഷോപ്പായിട്ടത്. ഫോറസ്റ്റിൻ്റെ ഒരു എക്കോ ഷോപ്പുണ്ട് കേട്ടോ. വനവിഭവങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പ്. ഞാൻ അതിനകത്തേക്ക് കയറി നോക്കാം. കൊള്ളാം കേട്ടോ, നല്ലൊരു ആർട്ട് ഗാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ജാക്കറ്റ്, ഡ്രസ്സുകൾ, വനവിഭവങ്ങൾ മാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ചോക്ലേറ്റ്സ്, വൈറ്റ് ചോക്ലേറ്റ്സും ഡാർക്ക് ചോക്ലേറ്റ്സും പലതരത്തിലുള്ള ചോക്ലേറ്റ്സ് എല്ലാം ഉണ്ട്. ഇതും ചോക്ലേറ്റ് അല്ലേ? അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അതായത് ഇവിടെ മാത്രം കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്തൊക്കെയാ ചേച്ചി പറയോ? ഇതാണ് സാൻഡൽ ഓയില്. ഇത് നമ്മുടെ ഫാക്ടറി വാറ്റുന്ന സാൻഡൽ ഓയില്. ഇത് 2 ഗ്രാമിന് 1000 രൂപ വരും. ഇത് 5 ഗ്രാമിന് 2500 രൂപ വരും. പിന്നെ സാൻഡലിന്റെ മാല, ജപമാലയുണ്ട്. ഇത് സാൻഡലിന്റെ മാല. ഇതിവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിവിടെ മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. സാൻഡലിന്റെ മാല ഉണ്ടല്ലേ? നല്ല മണമുണ്ട്, നല്ല മണമുണ്ട് കേസ്. എനിക്ക് മൂക്കടച്ചിരിക്കണം, പക്ഷെ എന്നാലും എനിക്ക് മണം കിട്ടുന്നുണ്ട്. കൊള്ളാം. ഇത് എത്ര രൂപയാണ് ഇതിന്, ഈ മാലയ്ക്ക്? 4500. ചില്ലറ സാധനം അല്ലേ? ഇത് എപ്പോഴും ഈ മണം നിൽക്കൂല്ലേ? ഓക്കെ ഓക്കെ. അടുത്ത് പിന്നെ വേറെ ഈ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? സാൻഡലിന്റെ കൊന്ത.
പിന്നെ കാട്ടിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഹണി, ഇത് ട്രൈബൽസ് കൊണ്ടുവരുന്ന ഹണി, പിന്നെ യുക്കാലി, ലെമൺ ഗ്രാസ്, അങ്ങനെയൊക്കെ ട്രൈബൽസ് കൊണ്ടുവരുന്ന സാധനങ്ങൾ. ചങ്ങലം വരണ്ട, കുറിഞ്ഞിത്തൈലം, ഇതൊക്കെ അവർ കൊണ്ടുവന്ന് തരുന്ന സാധനങ്ങൾ. അവരിവിടെ കൊണ്ട് ഏൽപ്പിക്കുമോ അതോ നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏൽപ്പിക്കും അല്ലേ? ഓക്കെ 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 ഓക്കെ. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ട്? ഞങ്ങളിവിടെ 7 സ്റ്റോക്ക് ഉണ്ട്. ഈ കടയിൽ 3 പേര്. കൽപ്പനാന്റെ പേര് അമ്പടി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കണ്ടു ഗൈസ്, ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളൊന്നും സ്ഥിരമായിട്ട് കാണുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. ഒരു സെക്കൻഡ്. ഗ്രാമ്പു, ഏലക്ക, പട്ട എല്ലാം ഉണ്ടല്ലേ. കുന്തിരിക്കം. ഇതെല്ലാം ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളിൽ നിന്ന് വരുന്നതാണ്. കാടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. പക്ക നാച്ചുറലാണ്, ഒരു മായമില്ല. അതെ അതെ അതെ, കൊള്ളാം കേട്ടോ. നല്ല ഷോപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മറയൂരിലെ കാഴ്ചകൾ നൈറ്റ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഇവിടെ ടൗണിൽ വന്നപ്പോഴത്തേക്കും എന്തൊക്കെ കാണണമെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് എക്കോ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് കണ്ടത്. അങ്ങനെ കയറി നോക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കൊള്ളാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ടെൻ്റ് അടിക്കാൻ നല്ലൊരു സ്പോട്ട് കിട്ടി. അങ്ങനെ നേരെ ടെൻ്റ് അടിച്ചു. ഇരുട്ടായതുകൊണ്ടാണ് കേട്ടോ രാത്രി വിഷ്വൽസൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ മഴയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ടെൻ്റ് അടിച്ച സ്ഥലത്ത് നിന്ന് പിന്നെ മാറേണ്ടി വന്നു. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് മറയൂരിലാണ് കേട്ടോ. ഇന്നലെ ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് ടെൻ്റ് അടിച്ചാണ്, കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മണി ഇപ്പോൾ 6:30. എൻ്റെ മുന്നിലുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് കോടയാണ്. അവിടെ മൊത്തം മഞ്ഞാണ്. ഒരു മലയും പാറയും കേട്ടുള്ള സ്ഥലമാണ്. ഫുള്ള് കോട മഞ്ഞ് കണ്ടില്ലേ. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. ഞാനിപ്പോൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് മറയൂരിൽ നിന്നും കാന്തല്ലൂർ പോകുന്ന റോഡാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരു ടെറസിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ടെൻ്റ് അടിച്ചേക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയാണ്. രാത്രി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊക്കെ നനഞ്ഞു. ഇവിടെയൊക്കെ മഴവെള്ളം വീണിട്ട് അത് തറ അടിയിൽ കൂടെ ഒലിച്ചിട്ട് നനവ് പറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ ഉണങ്ങാൻ വേണ്ടി ഇട്ടു. ചെറുതായിട്ടൊന്ന് നനവടിച്ചപ്പോഴും ഞാൻ അറിഞ്ഞത്. പിന്നെ ജാക്കറ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാനങ്ങനെ ഉള്ളിൽ നനഞ്ഞിട്ടില്ല. കണ്ടില്ലേ, ഇതുപോലൊരു കോട്ടേജ് പോലത്തെ ഒരു സ്ഥലത്താണ് ഞാൻ പോയി ടെൻ്റ് അടിച്ചത്. ആദ്യം ഞാൻ ഇവിടെ അല്ല ടെൻ്റ് അടിച്ചത്. താഴെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു വീടിൻ്റെ താഴെ ഒരു ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു വിളയിലാണ്. പക്ഷേ അവിടെ മഴ പെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഓടിയല്ല. അതിന് മുമ്പ് വേറൊരു ചേട്ടനെ പരിചയപ്പെട്ടു, ഈ കോട്ടയത്തിൻ്റെ ഓണർ. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അവിടെ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ, ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് മഴ പെയ്ത സമയത്ത് അവിടെ എന്തായാലും എടുത്തുകൊണ്ട് ഇവിടെ വന്നു. ഇവിടെ ഈ ഷീറ്റിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് കിട്ടി. തറയിൽ വീഴുന്ന വെള്ളം അങ്ങോട്ടേക്ക് വന്നിട്ടാണ് പിന്നെ നനഞ്ഞത്. മൂക്ക് ചെറുതായിട്ട് അടച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. രാവിലത്തെ കാഴ്ച അടിപൊളി കേട്ടോ. നല്ല കുടവഞ്ചി കണ്ടില്ലേ. ഗൈസ്, ഇത് സത്യം പറഞ്ഞാൽ മഴയല്ല, ഈ മഞ്ഞില്ല. മഞ്ഞിങ്ങനെ ചെറുതായിട്ട് തുള്ളിയായിട്ട് പെയ്യുന്നതാണ്. മഞ്ഞ് പെയ്യാന്നൊക്കെ പറയില്ല, അത് തന്നെയാണ്. ചെറുതായിട്ട് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വൈകിട്ട് സന്ധ്യ കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രിയോട് അടുക്കാറാകുമ്പോഴത്തേക്കും ലൈറ്റായിട്ട് ഇങ്ങനെ പെയ്യും. അതുകൊണ്ട് നമുക്ക് ഓവറായിട്ടൊന്നും തോന്നില്ല. ടെൻറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം വീണപ്പോഴാണ് ഞാനും അറിഞ്ഞത്. ഞാൻ കരുതി മഴയായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും എന്താ പെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലൊക്കെ വെള്ളം വീഴുന്നുണ്ട് ഇപ്പോഴും. ഇന്നിന് മറയൂരിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ 3:30 പോകും. അതിനുശേഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും വട്ടവട പോകുന്നത്. ഗൈസ്, ഇപ്പോൾ ഞാൻ ടെൻ്റൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഷീറ്റൊക്കെ ഇങ്ങോട്ടേക്ക് ഒതുക്കിയിട്ടു. ഇവിടെ ചെറിയൊരു റൂം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ബാക്കി ബാഗ്, ലഗേജ്, കാര്യങ്ങൾ ടെൻ്റൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെയിൽ വന്നാലേ അതടുത്ത് വെളിയിലടിക്ക് ഉണക്കാനിടാൻ പറ്റുള്ളൂ. കണ്ടില്ല, ഇങ്ങനത്തെ യാത്രയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ടെൻ്റ് അടിക്കുമ്പോൾ, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന് ടെൻ്റ് അടിക്കുമ്പോൾ കിട്ടുന്നത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാനിവിടെ സേഫ്റ്റി മാത്രമേ നോക്കാറുള്ളൂ. സേഫ്റ്റി, നമ്മുടെ ജീവനും ആരോഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടെൻ്റ് അടിക്കും. പിന്നെ മഴ എന്ന് പറയുന്നത് എപ്പോഴും വില്ലനായിട്ട് വരാറുണ്ട് ചില സമയത്തൊക്കെ. ഇവിടെ ജനവാസ മേഖലയാണ്. ഇപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ആനയുടെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ അത് ശല്യമൊന്നുമില്ല. ഇവിടെ ഒന്നും അങ്ങനെ വരാറൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചത്. സോ കൊള്ളാം. പിന്നെ മഴ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് കുറച്ച് കാഴ്ചകളെ കാണാനുണ്ട്. അതിനുശേഷം വട്ടവടയിൽ ഞാൻ ഇതുപോലെ ടെൻ്റ് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഇന്നലെ പരിചയപ്പെട്ട ഒരു ചേച്ചി, കൽപ്പന ചേച്ചി, പുള്ളിക്കാരിയുടെ നാട് വട്ടവടയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ പരിചയത്തിൽ വട്ടവടയിൽ ഒരു ദിവസത്തേക്ക് ഇതുപോലെ ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാഗ്യത്തിനോട് ഒരു ചാർജിങ് പോർട്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതിൽ പവറും ഉണ്ട്. ഞാൻ എന്താ ഇപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ
ഗൈസ് ഇതാണ് ഇന്നലെ നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്ത കോട്ടേഴ്സ്. ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചേക്കുന്നത്. കണ്ടില്ലേ, വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുള്ള കോട്ടേഴ്സ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട മലയൊന്നും ഇപ്പോൾ കാണാനേ പറ്റില്ല. മഞ്ഞും കോടയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുള്ള് മഞ്ഞാണ്. അപ്പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പുറത്തൊക്കെ ജനവാസ മേഖലയാണ്, പിന്നെ അതിൻ്റെ അപ്പുറമൊക്കെ മലയാണ്. കണ്ടില്ലേ, മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മീശപ്പുലിമല മാത്രമല്ല ഗൈസ്, മറയൂരിലും മഞ്ഞ് പെയ്യുന്ന കാഴ്ചയാണ്. മഞ്ഞ് പെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സുഖമുള്ള ക്ലൈമറ്റാണ്. എത്ര തണുപ്പുള്ള സമയത്തായാലും മഞ്ഞ് പെയ്യുമ്പോൾ നമുക്ക് മഴ പെയ്യുന്നതായിട്ടുള്ള ഫീല് വരില്ല. പെട്ടെന്ന് ഉണങ്ങി പൊക്കോളും. നല്ല നൈസായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികളൊക്കെയാണ്. എന്താണ് ഗൈസ്, അപ്പോൾ ഞാനെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്കുള്ള യാത്രാവിശേഷങ്ങൾ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.